അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കൊച്ചിന് മാറ്റമൊന്നുമില്ല, കൊച്ചു അങ്ങനെ തന്നെ കിടക്കുക. അങ്ങനെ വീണ്ടും ഞാൻ പുറത്തു വന്നു. വീണ്ടും ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അകത്ത് വന്നപ്പോൾ പത്രം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ സാക്ഷ്യങ്ങൾ എഴുതിയ പത്രം ഞാൻ ചുമ്മാതെ എങ്ങനെയോ അത് കയ്യിലെടുത്ത് ഞാനത് വായിക്കാൻ തുടങ്ങി. അത് വായിച്ചു, അതവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ അത് വെച്ച് ഞാൻ ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞ് വെളുപ്പിനെ ഒരു 3 മണിയൊക്കെ ആയി കാണും. ഹസ്ബൻഡ് എൻ്റെ അടുത്ത് കുറച്ച് നേരം ഹസ്ബൻഡായിരുന്നു ഇരുന്നത്. അപ്പം ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവൻ കണ്ണ് തുറന്ന് നോക്കി എന്ന് പറഞ്ഞു. എന്നെ കണ്ണ് തുറന്ന് നോക്കി, മിണ്ടിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 6 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പം ഞാൻ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവൻ കണ്ണ് തുറന്നിട്ട് എന്നെ ചിരിച്ച് കാണിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ പറ്റിച്ചതാന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ പറയുന്ന ഒന്നും വ്യക്തമല്ല നമുക്ക്. എല്ലാം നാക്കു കുഴഞ്ഞ് ഓരോരോ വാക്കുകളായിട്ടാണ് അവൻ പറയുന്നത്. അവന് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടേഴ്സിന് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംശയം വന്നു, മെനിഞ്ചൈറ്റിസ് ആണോ എന്ന് സംശയം വന്നു. അപ്പം അവർ ഞായറാഴ്ച തന്നെ സ്പൈനൽ കോഡിൽ നിന്ന് ഫ്ലൂയിഡൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്തു. പക്ഷേ അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ എല്ലാം നെഗറ്റീവായിരുന്നു. അങ്ങനെ തിങ്കളാഴ്ച വെളുപ്പിനെയാണ് ഇവൻ ബോധം തെളിഞ്ഞ് ഇവനിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ ഭക്ഷണത്തിന് കരയാൻ തുടങ്ങി. അപ്പം പിന്നെ ഞാൻ ആ ഉടമ്പടി പുസ്തകവും പ്രാർത്ഥന പുസ്തകം എടുത്തു, സാക്ഷ്യങ്ങൾ എഴുതിയ പത്രം വായിച്ചു. പത്രം എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവൻ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഇവൻ അന്നേരമാണ് പിന്നെ ബോധം തെളിഞ്ഞ് ഇവൻ എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, എൻ്റെ ഉള്ളിലുള്ള അസ്വസ്ഥതകളൊക്കെ മാറി.